ഹായ് എവ്രി വൺ, MBA ക്ലൗഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജി കെ ആൻഡ് കറണ്ട് അഫെയർസിൻ്റെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവംബർ മാസത്തിൽ നടന്നിട്ടുള്ള ചില സ്പെഷ്യൽ ഈവൻസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജി കെ എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിലുള്ള എല്ലാ സെഷൻസും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരിക അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് കറണ്ട് അഫെയർസിനാണ്. കറണ്ട് അഫെയർസിൽ നമ്മൾ ഓരോ മന്ത് വൈസാണ് നമ്മൾ ഓരോ വീഡിയോയിലായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറഞ്ഞത് മാതിരി നവംബർ മാസത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദി റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദി AI പ്രിപ്പയർനെസ് ഇൻഡെക്സ്? അതാണ് ആദ്യത്തേത്. AI പ്രിപ്പയർനെസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യൻ്റെ റാങ്ക് എത്രയാണ് എന്നാണ്. ഇന്ത്യൻ്റെ റാങ്ക് 72 ആണ്. ഈ ഒരു റാങ്ക് കൊടുക്കുന്നത് ഒരു കൺട്രിയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ ക്യാപിറ്റൽ, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു എൻഡ് റിസൾട്ടിൻ്റെ ബേസിസിലാണ് ഒരു കൺട്രിക്ക് ഒരു റാങ്ക് AI പ്രിപ്പയർനെസ് ഇൻഡെക്സ് പ്രകാരം കൊടുക്കുന്നത്. ദെൻ what is the main objective of PM Vidyalakshmi scheme recently approved by Union Cabinet? Union Cabinet recently ഒരു സ്കീം അവരെന്താക്കിയിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് PM വിദ്യാലക്ഷ്മി സ്കീം. ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ഇതിൽ ടു പ്രൊവൈഡ് ഫൈനാൻഷ്യൽ എയ്ഡ് ടു മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ഫോർ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ. അതായത് ഒരു ഫൈനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൈനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു സ്കീമിനെ കുറിച്ചും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് പോവാം. നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് എക്സാമിന് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. Then, which day is observed as National Legal Service Day? നാഷണൽ ലീഗൽ സർവീസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നവംബർ 9 ആണ് നാഷണൽ ലീഗൽ സർവീസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്തേക്കുന്നത്. വിച്ച് ഷിപ്പ്യാർഡ് ബിൽഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ നെയ്മഡ് വിക്രാന്ത്? വിക്രാന്ത് എന്ന് നെയിം കൊടുത്തേക്കുന്ന ഒരു ഇന്ത്യൻ്റെ ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട്. അത് ബിൽഡ് ചെയ്ത ഷിപ്പ്യാർഡ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ ബിൽഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് വിക്രാന്താണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. Then, നിസാർ സാറ്റലൈറ്റ് ഈസ് ജോയിൻലി ഡെവലപ്ഡ് ബൈ വിച്ച് സ്പേസ് ഓർഗനൈസേഷൻ? ഏതൊക്കെ സ്പേസ് ഓർഗനൈസേഷൻ ചേർന്നാണ് നിസാർ എന്ന് പറഞ്ഞിട്ടുള്ള സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ISRO ആൻഡ് നാസ, ഈ രണ്ട് ഓർഗനൈസേഷനും കൂടി ജോയിൻലി ആണ് ഈ ഒരു നിസാർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. വിച്ച് ടെലികോം ഓപ്പറേറ്റർ ഹാസ് ലോഞ്ച്ഡ് ദി കൺട്രീസ് ഫസ്റ്റ് ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ്? അതായത് ഒരു കൺട്രിയുടെ ഫസ്റ്റ് ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ് ലോഞ്ച് ചെയ്തേക്കുന്ന ഓപ്പറേറ്റർ, ടെലികോം ഓപ്പറേറ്റർ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. BSNL ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം BSNL ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിമോട്ട് ഏരിയാസിൽ വരുന്ന ഒരു ഡിജിറ്റൽ ഡിവൈഡിനെ ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ള ഒരു എയിം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. According to a recent report by Climate Trace, which city has become the top global greenhouse gas emitter? ട്രേസ് ക്ലൈമറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏത് സിറ്റിയാണ് അവർ ടോപ്പ് ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്ററായിട്ട് ഫൈൻഡ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഷങ്ഹായ് ആണ്. ഷങ്ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഇൻ ചൈന എന്ന് പറയാം. ആ ഒരു സിറ്റീനെയാണ് ടോപ്പ് ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്ററായിട്ട് ഈ ഒരു ക്ലൈമറ്റ് ട്രേസിൻ്റെ റീസെൻറ്റ് റിപ്പോർട്ട് പ്രകാരം ഫൈൻഡ് ചെയ്തേക്കുന്നത്. വിച്ച് ഐലൻഡ് ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ആസ് എ ട്യൂണ എക്സ്പോർട്ട് ഹബ് അണ്ടർ ദി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന? പ്രധാനമന്ത്രിയുടെ മത്സ്യസമ്പദ യോജന പ്രകാരം ഏത് ഐലൻഡാണ് ട്യൂണ ഹബ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചേക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. അതിൽ ആൻസറായിട്ട് വരുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ, ഒരു ട്യൂണ എക്സ്പോർട്ട് ഹബ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചേക്കുന്നത്. ദെൻ
who has been appointed as the new controller and auditor general of India. ഇന്ത്യയുടെ ന്യൂ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. കെ സഞ്ജയ് മൂർത്തിനെയാണ് ഇന്ത്യയുടെ പുതിയ ഓഡിറ്റർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. Which country has introduced a bill that aims to ban social media access for children under 16 years of age? 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ആക്സസ് ബാൻ ചെയ്യുക എന്നുള്ള എയിമിൽ ഒരു കൺട്രി ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ആ കൺട്രി ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. അത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ആണ് ഇങ്ങനെയുള്ള ഒരു 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ആക്സസ് ബാൻ ചെയ്യുക അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടി ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ദെൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സംഗീത ആൻഡ് നാടക് അക്കാഡമിയാണ് ഈ ഒരു ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ കൊടുക്കുന്നത്. അവർ കൊടുക്കുന്നത് യങ് ആർട്ടിസ്റ്റ്, യൂഷ്വലി അവർ വരുന്നത് മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, ഫോക്ക് ആർട്സ് തുടങ്ങി ഈ ഒരു സെക്ഷനിൽ വരുന്ന യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ യൂഷ്വലി കൊടുക്കുന്നത്. ദെൻ വിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രി ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് നാഷണൽ സെൻസസ് നിയർലി 14 years? 40 വർഷത്തിന് ശേഷം ഏത് മിഡിൽ ഈസ്റ്റ് കൺട്രിയാണ് അവരുടെ ഫസ്റ്റ് നാഷണൽ പോപ്പുലേഷൻ സെൻസസ് ലോഞ്ച് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇറാഖാണ് 1987 ശേഷം, ഈ ഒരു 40 വർഷത്തിന് ശേഷം ഇറാഖാണ് ആദ്യമായിട്ട് അവരുടെ നാഷണൽ പോപ്പുലേഷൻ സെൻസസ് ലോഞ്ച് ചെയ്തേക്കുന്നത്. Then which organization recently introduced the single girl child merit scholarship scheme? അതായത് ഏത് ഓർഗനൈസേഷനാണ് സിംഗിൾ ഗേൾ ചൈൽഡ് മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അവരുടെ ഓർഗനൈസേഷനിൽ? അത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE ആണ് പുതുതായിട്ട് ഇങ്ങനെ ഒരു സ്കീം അവരുടെ ഒരു ഓർഗനൈസേഷനിൽ. സോ നാഷണൽ ഗോപാലരത്ന അവാർഡ് കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് എന്ന് പറഞ്ഞിട്ടുള്ള മിനിസ്ട്രിയാണ് അത് കൊടുക്കുന്നത് യൂഷ്വലി ഡയറി സെക്ടറിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഡയറി ഫാമേഴ്സിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ എബൌട്ട് ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് നവംബർ മാസത്തിൽ റീസെൻ്റ്ലി നടന്ന കുറച്ച് ഈവൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കി മനസ്സിലാക്കി പോവാം. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് KMAT-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസും കാണുക. ഏറ്റവും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാം എഴുതാം. സോ ഓൾ ദ ബെസ്റ്റ്. ദെൻ താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.